ഹലോ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ആലത്തിയിൽ ട്രെയിനിങ് ഉണ്ടായ സമയത്ത് ചെയ്ത ഒരു മോർണിംഗ് വാക്ക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു. ഞങ്ങൾ തിരഞ്ഞെടുത്ത റൂട്ടിൽ കുറേ പട്ടികളുണ്ടായി. ഒരു ഗ്യാങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അവർ കിടന്ന് കുരയ്ക്കും. പിന്നെ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ റൂട്ട് പിടിച്ച് പോന്നു. പക്ഷെ ആ റൂട്ടിലും ഇഷ്ടംപോലെ പട്ടികളുണ്ടായി. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പട്ടികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ്. ദെൻ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങൾ നോക്കിയപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റൊക്കെ ഇങ്ങനെ കൃത്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ സാധാരണ ഈവനിങ്ങിലായിരിക്കില്ലേ പോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി അവിടുത്തെ കാറ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ആ ടോപ്പ് വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോരും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഈ രാവിലെയുള്ള എക്സ്പീരിയൻസ് വഴി ഞങ്ങൾക്കത് കാണാൻ പറ്റും. ഒരു പ്രത്യേക തരം ഫീലിംഗ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ വീഡിയോസിലെയും അതുപോലെ തന്നെ പിക്സിലൂടെയൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ആലപ്പി ബീച്ചിലോട്ട് പോകണമെങ്കിൽ ഒരു ട്രെയിൽ പാളം നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, നമ്മളവിടെ വെയിറ്റ് ചെയ്തു ട്രെയിൻ പോണ വരെ. ഇത് നമ്മൾ നടന്നു. ഇത് നമ്മൾ ബീച്ചിലെത്തിയപ്പോഴും അവിടെയും കുറേ പട്ടികളുണ്ട്. ബട്ട് നമ്മളതൊന്നും മൈൻഡ് ആക്കിയില്ല. നമ്മൾ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് നല്ലൊരു സന്തോഷം നൽകുന്നൊരു വ്യൂ ആണ്. ഈ തിരമാലകളൊക്കെ ഇങ്ങനെ അടിച്ചുയർന്നതും പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പോസിറ്റീവായിട്ടൊരു അന്തരീക്ഷമായിരുന്നു. നല്ല ക്വാം ആൻഡ് കൈറ്റ് ഒരു പ്രത്യേക വൈബായിരുന്നു. ദെൻ ഞാൻ ഇട്ടിരുന്നത് ഒരു സെറ്റർ പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. സോ എനിക്കധികം വെള്ളത്തിലായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് ആ ഡ്രസ്സ് കാനായിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളത്തിലായിട്ടൊന്നും പോയില്ല. ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു. ദെൻ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറും ബാഗും ബാക്കിയുള്ള നമ്മുടെ ഫോൺസൊക്കെ ഞാൻ തന്നെയാണ് ക്യാരി ചെയ്ത് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഞാൻ ജസ്റ്റ് മണ്ണിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കും. എന്നിട്ട് കടലമ്മ അത് വന്ന് മായ്ക്കണ്ടോയെന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കലും വീഡിയോസ് എടുക്കലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കളിക്കുന്നുണ്ടായി. അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ദെൻ എന്താ പറയുക, നല്ല രസമുണ്ടായി. നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചില കുസൃതികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ സമയം അങ്ങോട്ട് കളഞ്ഞു. നല്ല രസമുണ്ടായി.